Good morning everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 54.30 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ വീക്ക്ലി എക്സ്പയറി ആയിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു പുൾ ബാക്ക് പുട്ട് ഓപ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 24,600 മുകളിലാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ആ ഒരു പുൾ ബാക്ക് നമ്മൾ നേരത്തെ എക്സ്പെക്റ്റ് ചെയ്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡൗൺ മൂവ്മെൻ്റ് ആണ് നമുക്ക്, ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു 10 മണിയോടുകൂടി 10 മണിക്ക് ശേഷം നമുക്ക് കൃത്യമായിട്ടൊരു പുൾ ബാക്ക് പോലും വരാതെയാണ് ഈ ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയൊരു പുൾ ബാക്ക് വന്നു. അപ്പോൾ ഈ ഒരു 3 മണിക്കും നമുക്ക് ആ ഒരു ഓർഡർ നമ്മൾ 3 മണിക്കും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 മണിക്ക് ശേഷമാണ് നമ്മളത് ക്യാൻസൽ ചെയ്തത്, ആ ഒരു ഓർഡർ. അതുപോലെ തന്നെ നമ്മൾ അതിന് മുൻപ് നമ്മൾ ക്യാൻസൽ ചെയ്തൊരു ഓർഡർ ഉണ്ടായിരുന്നു പുട്ട് ഓപ്ഷനിൽ 143 അറൗണ്ട്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയും. അപ്പോൾ ആ ഒരു എൻട്രിയിലേക്കാണ് കൃത്യമായിട്ട് വന്നിട്ടുള്ളത്. ഒരു സ്പൈക്ക് ക്ലോസിങ്ങിലാണ് ഒരു സ്പൈക്ക് വന്നിട്ടുള്ളത്. CASൻ്റെ ഭാഗമായിട്ട് 3:28 ആ ഒരു ക്ലോസിങ് വരുന്നിട്ടുള്ളത്. 3:28-നും 3:30-നും ഇടയിൽ ഏത് സമയത്ത് വേണമെങ്കിലും ആ ഒരു ക്ലോസിങ് വരാം. അപ്പോൾ ആ ഒരു ക്ലോസിങ്ങിലൊരു സ്പൈക്ക് 24,600 ലെവലിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 24,614.90 ആണ്. ഇന്നത്തെ ഓപ്പണിംഗ് 24,669.20. അപ്പോൾ 54.30 ആണ് ഇന്നത്തെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് വന്നിട്ടുള്ളത്. 24,618.70 17.3s ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത്. The 24,600 call option trading around 160 strike price on 24,650 call option trading around 135 രണ്ട് സ്ട്രൈക്ക് പ്രൈസും സെലക്ട് ചെയ്യാം. കോൾ ഓപ്ഷൻ സൈഡ്. പുട്ട് ഓപ്ഷൻ സൈഡ് ആണെങ്കിൽ 24,600 പുട്ട് ഓപ്ഷൻ ട്രേഡിംഗ് അറൗണ്ട് 96. ഇപ്പോൾ നമുക്ക് 24,650 പുട്ട് ഓപ്ഷനും ട്രേഡിംഗ് അറൗണ്ട് 110. അതുപോലെ തന്നെ 24,700 പുട്ട് ഓപ്ഷനും ട്രേഡിംഗ് അറൗണ്ട് 140. ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസും സെലക്ട് ചെയ്യാം പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട്. ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബൈയിങ് പ്രഷർ നമുക്ക് കാണാം. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ 24,720 ലെവലും 720 750 ലെവൽസ് ഒക്കെയാണ് റെസിസ്റ്റൻസ് ലെവലായിട്ട് വരുന്നത്. സപ്പോർട്ട് ലെവലായിട്ട് വരുന്നത് 24,600 ലെവൽ. അതുപോലെ തന്നെ 24,520 ലെവൽ. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ കൺഫർമേഷനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് മുൻപായിട്ട് നമ്മളൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ നമുക്ക് റിസ്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു ഡയറക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് വരെ ഒരു ക്ഷമയോടുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും 24,000 650
24,600, 650. അപ്പോൾ ഈ സ്ട്രൈക്ക് പ്രൈസസ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. $24,650 ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു പുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡേലോ, ഇതുവരെയുള്ള ഡേലോ വന്നിട്ടുള്ളത് 24,562.20. അപ്പോൾ നമുക്കൊരു എൻട്രി, ഈ ഒരു പുൾ ബാക്കിന് ശേഷം ഒരു എൻട്രി, ഡേലോന്ന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു അപ്പ് മൂവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യാം. 24,600 കോൾ ഓപ്ഷൻ 161 ഓൾമോസ്റ്റ് 170 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു 10 പോയിൻറ്റ്സ് കൂടി താഴോട്ട് വരികയാണെങ്കിൽ നമ്മുടെ എൻട്രി ആക്റ്റീവ് ആവും. $20 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ആക്റ്റീവ് ആയതിനു ശേഷം 20 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഈ ഒരു ഡയറക്ഷണൽ വ്യൂ ഉണ്ടായിരുന്നു അപ്പ് മൂവ് വരുന്നത്. പക്ഷെ നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റം പ്രകാരം മാത്രമേ എൻട്രി എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഓരോ മൂവ്മെൻറ്റ്സും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയാണോ ക്യാപിറ്റൽ ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള റിസ്ക് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പോൾ ചില ദിവസങ്ങളിൽ നോ ട്രേഡ് ആയിരിക്കും, എന്നാലും നമുക്ക് കൃത്യമായിട്ടുള്ള എൻട്രീസ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ 161 വരുന്നത്. നമുക്ക് നോക്കാം. ആ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ എൻട്രി നമുക്ക് കിട്ടുന്നതായിരിക്കും. നോക്കാം. ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല. 165 വന്നിട്ടുണ്ട്. 64 1 മിനിറ്റിൽ ആക്റ്റീവ് ആകുമെന്നാണ് തോന്നുന്നത്. നോക്കാം. $64 വന്നിട്ടുള്ളത്. 4 വന്നിട്ടുള്ളത്. 61 നമ്മുടെ എൻട്രി. $64 $63 64 വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. 61 എൻട്രി. 61 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അവിടെ നിന്ന് ബൈയിങ് പ്രഷർ വരികയാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. 62
ഓൾമോസ്റ്റ് ആക്റ്റീവ് ആവാൻ. യെസ്, ആക്റ്റീവായി. ആക്റ്റീവായിട്ടുണ്ട്. നമ്മൾ ഓർഡർ 140 സ്റ്റോപ്പ് ലോസ്, 141 സ്റ്റോപ്പ് ലോസ്, 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഫസ്റ്റ് ടാർഗറ്റ് 175 ആണ്. ആ ഒരു ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. 75 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 210. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ബൈയിങ് പ്രഷർ ഇവിടെ നിന്ന് വരികയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് 175 ബുക്ക് ചെയ്യാൻ പറ്റും. യെസ്, വരുന്നുണ്ടൊരു ബൈയിങ് പ്രഷർ. ബട്ട് ബ്രേക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടോ നമുക്ക് നോക്കാം. യെസ്, നല്ലൊരു പ്രൈസ് റിജക്ഷൻ ഇവിടെ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. 161. യെസ്, ബ്രേക്ക് ചെയ്യാണ്. നോക്കാം. ബ്രേക്ക് ചെയ്താൽ എന്തായാലും നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷറാണ് വരേണ്ടത്. യെസ്, 162 പോരാ. 165 വരികയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സർവൈസ് ചെയ്യാൻ പറ്റും. 62. 62 നിൽക്കുന്നുണ്ട്. ഓക്കെ, 63. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് റിവൈസ് ചെയ്യാം. എക്സിറ്റ് ചെയ്തു. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് ചെയ്തു. കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്തു. ലെവൽ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. 161. എന്തായാലും നെക്സ്റ്റ് ട്രേഡ് നമുക്ക് നോക്കാം. ഭയങ്കരമായിട്ടുള്ളൊരു പുട്ട് ഓപ്ഷനിൽ നല്ലൊരു ബൈയിങ് പ്രഷറുണ്ട്. 175 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 210 ആണ്. ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുന്നിട്ടോ നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ എക്സിറ്റ് ചെയ്ത് ഈ ഒരു കോസ്റ്റിലെ റിവൈസ് ചെയ്ത ഒരു കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ട്രേഡ് നോക്കാം. ആ ഒരു ബുള്ളിഷായിട്ടുള്ളൊരു മൊമെൻറ്റം ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു മൂവ്മെൻ്റ് എന്ന് പറയാം. ഒരു മൊമെൻറ്റം വന്നിട്ടില്ല. ഈ ഒരു ലെവലിൽ നിന്ന് അപ്പ് മൂവ് വന്നു. അതിൻ്റെ പുൾ ബാക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ബ്രേക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു 161 ലെവലിൽ എടുത്ത എൻട്രി നമ്മൾ ആ ഒരു കോസ്റ്റിൽ തന്നെ സ്ക്വയർ ഓഫ് ചെയ്തു. ഇപ്പോൾ അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 150ലാണ്. ഇപ്പോൾ 145 ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 141 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഓൾമോസ്റ്റ് അത് ലോയിലേക്കാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രീവിയസ് സപ്പോർട്ട് ലെവലിൻ്റെ ലോ ആണ് റീടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ സ്പോട്ടിൽ ആ സപ്പോർട്ട് ലെവലിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും പുട്ട് ഓപ്ഷനിലൊരു എൻട്രി നമ്മൾ ഡയറക്ഷണൽ ട്രേഡ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്നലെ ആണെങ്കിൽ നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തു. ഇന്നും നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ 4 ട്രേഡും നമ്മൾ കോസ്റ്റിലാണ് എക്സിറ്റ് ചെയ്തത്. പക്ഷേ ആ ട്രേഡുകളെല്ലാം ഡയറക്ഷണൽ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ട്രേഡുകളായിരുന്നു. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വന്നിട്ടുള്ള ട്രേഡുകൾ തന്നെയാണ്. അപ്പോൾ വൺസ് നമ്മുടെ അഗെയിൻസ്റ്റ് ആണെങ്കിൽ അത് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുള്ളത് തന്നെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും.
അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള എൻട്രീസാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് സ്റ്റോപ്പ് ലോസിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ ഡൗൺഫോളിലേക്കോ വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷൻ 24,650 പുട്ട് ഓപ്ഷൻ 24,650 പുട്ട് ഓപ്ഷനാണ് നമുക്ക് എടുക്കേണ്ടത്. 24,650 പുട്ട് ഓപ്ഷൻ 167 ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എൻട്രി വരുന്നത് 142 ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് 142 24,650 പുട്ട് ഓപ്ഷൻ. ഇപ്പോൾ നമുക്ക് നോക്കാം 168.70 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 20-30 പോയിൻറ്റ്സിൻ്റെ ഒരു പുൾ ബാക്ക് വരേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. $24,650 പുട്ട് ഓപ്ഷൻ ആക്റ്റീവ് ആയിട്ടില്ല. ഒരു പുൾ ബാക്ക് വന്നിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ബെയറിഷ് ആയിട്ടൊരു മൂവ്മെൻ്റാണ് ഇന്നലെ വന്നതുപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹയർ ലെവൽസിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. 154 എൻട്രി ഉണ്ട്. 24,600 പുട്ട് ഓപ്ഷൻ. അപ്പോൾ നമുക്കത് എടുക്കാം. ഇതൊന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാം. $154 നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. 24,600 പുട്ട് ഓപ്ഷൻ. ഇപ്പോൾ അത് 185 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പുൾ ബാക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ഡൗൺഫോളാണ്. പുൾ ബാക്കിനുള്ളൊരു ചാൻസസ് വളരെ കുറവാണ്. ഇപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൽ എടുത്തു കഴിഞ്ഞാലും അത് നല്ല പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ നമുക്ക് എത്ര ലോസ് ബെയർ ചെയ്യേണ്ടി വരും എന്നുള്ളത് കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എൻട്രീസ് ഞാൻ അവോയ്ഡ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസ് എൻട്രി ഒരിക്കലും എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. പുൾ ബാക്ക് വന്നിട്ടില്ലെങ്കിൽ ഇന്നലത്തെ പോലെ നമുക്ക് നോ ട്രേഡ് ആയിരിക്കും. ഇന്നലെ നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്ത ഒരു ട്രേഡ് മാത്രമാണ് ചെയ്തത്. പക്ഷേ മാർക്കറ്റിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെയുള്ള ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഒരു പുൾ ബാക്ക് പോലും വന്നിട്ടില്ല. ഇന്നലെ 10 മണി മുതൽ 2 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇങ്ങനെ മൂവ്മെൻറ്റ് വരാറില്ല. പക്ഷേ അതിനുശേഷം വന്നിട്ടുള്ള ഈ ഒരു സ്പൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസിംഗ് ഓപ്ഷൻ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു സ്പൈക്കാണ്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ ദിവസവും 3-ാം തീയതി ഉണ്ടായിരുന്നു. ഈ ഒരു സൈഡ് വേസിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വന്നു. അതിനുശേഷം സൈഡ് വേസ് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. അതിനുശേഷം ഒരു സ്പൈക്ക് വന്നു. അതുപോലെ തന്നെയാണ് ക്ലോസിംഗ് സമയത്ത് അങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു ക്ലോസിംഗ് സമയത്ത് ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 11 മണിക്ക് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പുൾ ബാക്ക് വരികയാണെങ്കിൽ മാത്രമേ എൻട്രി ആക്റ്റീവ് ആവുള്ളൂ. പുൾ ബാക്ക് വരാതെ നമുക്ക് ഹയർ ലെവൽസിൽ ബ്രേക്കൗട്ട് എൻട്രി പോലുള്ള എൻട്രീസ് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ റിസ്ക് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ട്രേഡ്സ് അല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 154 ഓർഡറാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പുൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റും. 24,600 പുട്ട് ഓപ്ഷൻ. ഇപ്പോൾ അതൊരു 50 പോയിൻറ്റ്സ് 30-40 പോയിൻറ്റ്സ് പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലെവലിൽ നിന്നും. നമുക്ക് നോക്കാം ഈ ഒരു ട്രേഡ് ആക്റ്റീവ് ആവുമെന്ന് നമുക്ക് നോക്കാം. ഓർഡർ ആക്റ്റീവ് ആയിട്ടില്ല. ഉടനെ തന്നെ ആക്റ്റീവ് ആവും എന്നാണ് തോന്നുന്നത്. മാർക്കറ്റ് വീണ്ടും ഒരു ലോവർ ലോ ആണ് വന്നിട്ടുള്ളത്. ഡേ ലോ ബ്രേക്ക് ചെയ്ത് ഒരു ലോവർ ലോ വന്നിട്ടുണ്ട്. 198 ലെവലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഹൈ. പുട്ട് ഓപ്ഷൻ 24,600 നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ്
198 നിന്ന് ഇപ്പോൾ ഒരു ഹയർ ഹൈ ഫോം ചെയ്ത് 204 വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് 50 പോയിൻറ്റ്സ് താഴെയാണ് നമ്മുടെ ഓർഡർ കിടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 175 ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. 55 ആണ്. ഫസ്റ്റ് ടാർഗറ്റ് 179, സെക്കൻഡ് ടാർഗറ്റ് 210. ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ 20 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ 134, 133, 134 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം ആക്റ്റീവ് ആയതിനു ശേഷം. ഇപ്പോൾ 1 മണിക്കൂറായി നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് 12:59 പ്ലേസ് ചെയ്ത ഓർഡറാണ്. ഇപ്പം 2 മണി കഴിഞ്ഞു. നേരത്തെ നമ്മൾ 11:55 ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് പുട്ട് ഓപ്ഷൻ. ഇപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ഹൈയിലേക്ക് വന്നു മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഹയർ ലെവൽസിലാണ് അടുത്ത എൻട്രി നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 172 എത്തിയിട്ടുണ്ട്. ഒരു 20 പോയിൻറ്റ്സ് കൂടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് ആവും. അപ്പോൾ അതിനിടയ്ക്ക് നേരത്തെ ഫോം ചെയ്തിട്ടുള്ളൊരു ലോ ഉണ്ട്, 169 ലെവലാണ്. അത് ബ്രേക്ക് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. യെസ്, 70 വന്നിട്ടുണ്ട്. 69 ഞാൻ നേരത്തെ പറഞ്ഞ ലെവൽ. ആണ് കൃത്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലെവൽ ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. പക്ഷെ നമുക്ക് നമ്മുടെ എൻട്രിയിൽ മാത്രമേ എടുക്കാൻ പറ്റൂ. ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 154 ആണ് നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. 154 എന്തായാലും നോക്കാം. ഈ ഒരു ക്യാൻഡിൽ തന്നെ ആക്റ്റീവ് ആവുമെന്നാണ് തോന്നുന്നത്. 5 മിനിറ്റ്സ് ക്യാൻഡിൽ. യെസ്, 169 ലെവൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. $140 ലെവലൊരു സപ്പോർട്ട് ലെവലാണ്. നേരത്തെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ലെവലാണ് 140. ആ ഒരു ലെവലിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് 155, 54 ലെവൽ ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വെയിറ്റ് ചെയ്യാൻ കുറച്ചുകൂടി സമയം എടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. again ഒരു ഡേ ലോ സപ്പോർട്ട് ലെവൽ റീടെസ്റ്റിലേക്ക് പോയി. ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടില്ല. 190 ലെവലിലേക്ക് വന്നു. അതിനുശേഷം വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 169 എന്നാണ് ഒരു ബൈയിങ് പ്രഷർ വന്നിട്ടുള്ളത്. 169 എടുക്കാൻ ഒരു നിവൃത്തിയുമില്ല. കാരണം അത് ഓൾറെഡി സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ താഴേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നല്ല ക്യാപിറ്റലൊക്കെ ഉണ്ടെങ്കിൽ 169 എന്ന എൻട്രി എടുത്ത് അതിനെ 154 ആവറേജ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ നമ്മുടെ ലിമിറ്റഡ് ക്യാപിറ്റൽ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട്. കുറച്ച് റിസ്ക്കിയാണ്. എന്തായാലും നമുക്ക് 154 ലെവൽ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടാർഗറ്റ് അതേ ടാർഗറ്റ് തന്നെയാണ് 179. നമുക്ക് നോക്കാം. ഇനിയൊരു 2:45 വരെ നമുക്ക് ഈ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു ഓർഡർ വെയിറ്റ് ചെയ്യാം. 2:45 വരെ വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പ് ആയിട്ടില്ലെങ്കിൽ ഇനിയൊരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ ആയിട്ടില്ലെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് അന്നത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം. $75 നിൽക്കുന്നുണ്ട് നേരത്തെ പോലെ തന്നെ.
പക്ഷേ 54 ആണ് നമ്മുടെ എൻട്രി. ഡയറക്ഷണൽ ട്രേഡ് ആക്റ്റീവ് ആവുന്നില്ല കുറച്ച് ദിവസമായിട്ട്. നോൺ ഡയറക്ഷണൽ അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് വരുന്ന ട്രേഡ്സ് ആണ് നമുക്ക് ആക്റ്റീവായിട്ട് അത് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി വരുന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതൊക്കെ ലോസ് വരുന്ന ട്രേഡ്സ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തു. കഴിഞ്ഞ 5 ദിവസത്തിനിടയിൽ 4 ട്രേഡാണ് നമുക്ക് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ യൂണി ഡയറക്ഷണലായിട്ടാണ് മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസവും കണ്ടിന്യൂസ് ബെയറിഷ് മൂവ്മെൻ്റ് ആണ് 2 ദിവസം വന്നിട്ടുള്ളത്. നോക്കാം. 154 ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഒരു 65 അല്ലെങ്കിൽ 79 ലെവലിലേക്ക് ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബൈങ് പ്രഷർ വരുമെന്ന് നോക്കാം. $180 ട്രേഡ് ചെയ്യുന്നത്. ഇനിയും ലോവർ ലെവലിലേക്ക് തന്നെയാണ് ഫോളോ ആവാൻ പോകുന്നത്. നിഫ്റ്റി എന്തായാലും ആക്റ്റീവ് ആവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. 3 മണിക്ക് മുമ്പ് ആക്റ്റീവ് ആവാനുള്ള ചാൻസസ്. 3 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്തായാലും ക്യാൻസൽ ചെയ്യാം. അത്യാവശ്യം സമയം നമ്മളിത് 1 മണി മുതൽ 2:40 വരെ ആയിട്ട് നമ്മുടെ ലെവലിലേക്ക് വന്നിട്ടില്ല. എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിലും ലോസും വരുന്നില്ല എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. നമ്മുടെ എൻട്രീസ് ആക്റ്റീവ് ആവുന്ന ദിവസങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.